മീനച്ചിൽ ഹോംസിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് പാല ടൗണുമായിട്ട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വീടാണ് നമ്മൾ കാണാൻ പോവുക. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഏകദേശം ഹൈവേയിൽ നിന്നും ബസ് റോഡിൽ നിന്നും 300 മീറ്റർ ദൂരമേ ഉള്ളൂ. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡാ. നല്ല അടിപൊളി വീടാണ്. നല്ല അടിപൊളി റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ല അടിപൊളി വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. 11.25 സെന്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ്, 75 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിളുമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എത്രയും പെട്ടെന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് പാല ടൗണിൽ നിന്നും പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാറി ഇരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലെ ഏറ്റവും ഫ്രണ്ട് ഫ്ലോട്ടായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവുക. 11.25 സെന്റ് സ്ഥലമാണ്. 11.25 സെന്റ് സ്ഥലത്തിൽ 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ഒരു ഓമനത്തമുള്ള രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട്. മുറ്റം നല്ല വലിപ്പമുള്ള ഗേറ്റ് വെച്ചിട്ടുണ്ട്. മുറ്റമെല്ലാം ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ നല്ലപോലെ ഗ്രാസൊക്കെ വെച്ച് നല്ല ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക രൂപഭംഗിയോടുകൂടി തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക. നല്ലൊരു പ്ലാനാണെന്ന് അകത്തോട്ട് കയറിയപ്പോൾ തോന്നി. നല്ലൊരു വീടിൻ്റെ നല്ലൊരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാം. എല്ലാം പുതിയ വീടുകളൊക്കെ തന്നെയുള്ള നല്ല അയൽവാസികളുള്ള മേഖല, എല്ലാം നല്ല ഡെവലപ്പായിട്ടുള്ള മേഖലയിൽ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മളെത്തി. ബാക്ക് സൈഡിൽ നല്ല മുറ്റമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഒരു കിണർ നമുക്ക് കാണാം. ഇവിടെ കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മളൊക്കെ പറയാറുണ്ട് കിണർ വെള്ളം വേണമെങ്കിൽ വിൽക്കാൻ കിട്ടും. അത്രയും വെള്ളമുള്ള ഒരു മേഖല തന്നെയാണ്. പിന്നെ ഈ വീടിൻ്റെ ബാക്ക് സൈഡ് അങ്ങേ സൈഡുകളിലേക്കൊക്കെ പോവുകയാണ്. മുകളിലോട്ട് കയറാനൊരു സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡിലൂടെയൊക്കെ നമുക്ക് നടക്കാവുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ്. ഇവിടെ കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് തന്നെ. ഈ കാർ പോർച്ച് കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു ഗാർഡനായിട്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു മുറ്റം. അപ്പോൾ വീണ്ടും ഫ്രണ്ട് മുറ്റത്തിലേക്ക് നമ്മൾ വന്നു. പില്ലറെല്ലാം ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുക. നല്ലൊരു ടെക്സ്ചർ വർക്കോടുകൂടി ആണ്. സിറ്റ് ഔട്ട് നല്ലൊരു എൽ ഷേപ്പിലുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ്. ഫ്രണ്ട് ഡോറ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുക. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട് ഡോറ് വളരെ സിമ്പിളായിട്ടുള്ള പഴയ കാലത്തെ പോലെ മുന്തിരിക്കൊലയോ അല്ലെ അങ്ങനെയുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യാതെ വളരെ സിമ്പിളായിട്ടുള്ള ഫ്രണ്ട് ഡോറ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുക. ഇവിടെ നമ്മൾ സ്വീകരണമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു വലിപ്പമുള്ളൊരു സ്വീകരണമുറി തന്നെയാണ്. TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കയറി കഴിയുമ്പോൾ കാണാം. TV യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളുമാണ്. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണാണ്. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ ഒരു രൂപരേഖ. നല്ല ഒരു 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. 3 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കൊക്കെ കയറുവാനുള്ള എൻട്രൻസും ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബെഡ്റൂമിലേക്കും കയറിയാൽ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജിന് ഡൈനിങ് ടേബിൾ ഇട്ടതിന് ശേഷം പാസേജിനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം തുറന്ന് അകത്തേക്ക് കയറി അവിടെ നല്ല ടൈല് വർക്കുകൾ എല്ലാം കമ്പനി ടൈലാണ് ഉപയോഗിച്ചിരിക്കുക. എല്ലാ ബെഡ്റൂമിലും ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ് അത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡ് ചെയ്തിട്ടുണ്ട്. മറൈൻ മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് ഈ കബോർഡ് ചെയ്തിരിക്കുക. ഇവിടെയും ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കാണുകയാണ്. ഇവിടെ നല്ല ഒരു എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്.
കബോർഡ് വർക്കുകളെല്ലാം നല്ല കബോർഡ് വർക്കുകൾ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഈ കബോർഡ് ചെയ്തിരിക്കുക. ഒരു അലമാരിയായിട്ടും ഒരു ടേബിളായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ബെഡ്റൂമിലെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. വീണ്ടും ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. ആ ഡോറ് നമ്മൾ അപ്പുറത്ത് പുറത്തോടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു സിറ്റ് ഔട്ട് നമ്മൾ കണ്ടിരുന്നു. ആ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്ന ഡോറാണ്. ഇനി മുകളിലോട്ടൊരു നിലയും കൂടെ എടുക്കണം എന്നുള്ളവർക്ക് ഇവിടം കവർ ചെയ്ത് വേണമെങ്കിൽ ഇവിടുന്ന് മുകളിലേക്കൊരു സ്റ്റെയർ കേസൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഭിത്തിയിലൊക്കെ നല്ലൊരു പ്രത്യേകതരം പെയിൻ്റൊക്കെ ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വീട് സ്വന്തമായിട്ട് പണിയുവാണെങ്കിൽ ചിലപ്പോൾ AC-യുടെ പോയിന്റ് കൊടുക്കാനൊക്കെ മറന്നുപോയെന്ന് വരാം. പിന്നീട് വയറിങ്ങുകാരെ വിളിച്ച് നമ്മൾ ഇപ്പോഴത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ AC പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ നമ്മൾ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീടുകൾ പണിത് കൊടുക്കുന്ന ബിൽഡർമാരെ അപേക്ഷിച്ച് അവരിതെല്ലാം അവരുടെ മനസ്സിലിതൊക്കെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരിതൊക്കെ ചെക്ക് ചെയ്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ബിൽഡർ ചെയ്തിരിക്കുന്ന വീടെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ അഭിപ്രായം പറയും. കാരണം നമ്മൾ സ്വന്തമായിട്ട് പ്ലോട്ട് മേടിച്ച് പണിത് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോയേക്കാം. പിന്നെ നമ്മൾ ആലോചിക്കും ഇവിടെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് ചെയ്യാമല്ലോ എന്ന്. ഏകദേശം ഒരു 80% പേർക്കും ഞാൻ പറയും ഒരു എഞ്ചിനീയർ ഒരു പ്ലാൻ വരച്ച് ഒരു പേപ്പറിൽ ഒരു കോളം തിരിച്ചുള്ള ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. 80% പേരോളം ആൾക്കാർക്കും മനസ്സിലാവില്ല. അപ്പോൾ ബെഡ്റൂമിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അത് നമ്മുടെയൊക്കെ മനസ്സിൽ കിട്ടാതെ പോകുന്ന കാര്യങ്ങളാണ്. പണി തീർന്നു വരുമ്പോഴാണ് അയ്യോ ഈ ബെഡ്റൂം ഇത്രയും ചെറുതായി പോയോ എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്തേക്ക് പോകുന്നത്. അതിനേക്കാൾ നല്ലത് ഇതുപോലെ പണിത് വെച്ചിരിക്കുന്ന വീടുകൾ പലത് കണ്ടു കഴിയുമ്പോൾ അതിലേറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാ വീടിലുണ്ട് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വീട് മേടിക്കാൻ പറ്റും. അതാണ് നല്ലൊരു ബിൽഡറുടെ വീട് സെലക്ട് ചെയ്തെടുത്താൽ കിട്ടുന്ന ഗുണം. അതുപോലെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ പ്രത്യേകത. ഹോളാണെങ്കിലും ഡൈനിങ് ഹോളാണെങ്കിലും നല്ല വലിപ്പമുണ്ട്. ഇവിടുന്ന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ്. നമുക്ക് മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 300 മീറ്റർ ദൂരമാണ്. അവിടെ തന്നെ ബസ് സ്റ്റോപ്പ്, വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റോപ്പ് എല്ലാം അവിടെ തന്നെയുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തൊരു മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും വെള്ളം കയറുന്നതായിട്ട് കേട്ടിട്ട് കൂടിയില്ല. അത്രയും ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും വെള്ളം കയറത്തില്ല. അത്രയ്ക്ക് സേഫായിട്ടുള്ള മേഖലയാണ്. അതുപോലെ തന്നെ പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന മേഖല കൂടിയാണ്. നമ്മൾ നേരെ ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ് കയറിയത്. കയറിയപ്പോൾ ഇത് നല്ല ഒരു കബോർഡ് വർക്കുകൾ നല്ല വലിപ്പം കൊണ്ടും ഒക്കെയുള്ള നല്ലൊരു ഓപ്പൺ കിച്ചൺ തന്നെയാണിത്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ്. അതായത് മറൈൻ മൾട്ടിവുഡ്, ഏറ്റവും നല്ല കൂടിയ ഇനം മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക. ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ്. വർക്ക് ഏരിയയിൽ നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയ തന്നെയാണ്. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല വർക്ക് ഏരിയ തന്നെയാണ്. നമ്മളിവിടുന്ന് പുറത്തെ ദൃശ്യങ്ങൾ കണ്ടത് കാരണം ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഏതായാലും നല്ല കബോർഡ് വർക്കുകൾ, നല്ല കിച്ചൺ, നല്ല വർക്ക് ഏരിയ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് തന്നെയാണിത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, സ്കൂളുകൾ എല്ലാം നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഓടിയെത്താവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉള്ള ഏറ്റവും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ തന്നെയുള്ള നല്ലൊരു വീടിൻ്റെ നല്ല ദൃശ്യങ്ങളുമായി ഇന്നും മിനിച്ചിൽ ഹോംസ് ഇപ്പോൾ നിങ്ങളെ കാണിച്ച ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീടിന് സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ എന്നാണ്. ഇത്രയും സൗകര്യങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുമ്പോൾ ഈ വില ഒട്ടും കൂടുതലല്ല. എങ്കിലും നെഗോഷ്യബിൾ പ്രൈസാണ്. നമുക്ക് നേരിട്ട് നിന്ന് വില പേശി സംസാരിക്കാം.
അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നാളെ കാണാം. അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണം, സ്വന്തമാക്കണമെന്ന് എപ്പോഴെങ്കിലും ഇപ്പോൾ ആഗ്രഹം തോന്നുന്നുണ്ടോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം. ഈ വീഡിയോയോടൊപ്പം ചേർത്തിരിക്കുന്ന ഫോൺ നമ്പറോട് ഇപ്പം വിളിക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.